السلام عليكم ورحمة الله وبركاته. بسم الله. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിൽ കിതാബുൽ ജാമിഇലാണ് നാം ഹദീസുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബു തർഹീബി മിൻ മസാവിൽ അഖ്ലാഖ്, മോശം സ്വഭാവ ഗുണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മെ താക്കീത് ചെയ്തുകൊണ്ടുള്ള ഹദീസുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. وعن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله يبغض الفاحش البذيء. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ ഒന്നാമത്തെ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. രണ്ടാമത്തെ ഹദീസാണ് ഇന്ന് ആദ്യത്തെ ഹദീസ്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു, യുബ്ഗിളു, അവൻ വെറുക്കുന്നു, അൽ ഫാഹിഷ അൽ ബദി. രണ്ട് വിശേഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അൽ ഫാഹിഷ്, വൃത്തികേടുകൾ കൊണ്ട് നടക്കുന്ന, വൃത്തികെട്ട സംസാരമാകട്ടെ പ്രവർത്തനമാകട്ടെ, അൽ ഫാഹിഷ്, വൃത്തികേട് കൊണ്ട് നടക്കുന്ന ദുർനടപ്പുകാരനെ അള്ളാഹു വെറുക്കുന്നു. അതുപോലെ തന്നെ അൽ ബദി, വഷളായ അസഭ്യം പുലമ്പുന്ന ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഒരു കാര്യം അള്ളാഹു തആല വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് അത് വേറെ താക്കീത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചെയ്യരുത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാര്യം വെറുപ്പാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അത് നിഷിദ്ധമാണ്, അള്ളാഹു തആല അത് ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അത് വെറുക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇന്നല്ലാഹ യുബ്ഗിളു, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് ബുഗ്ൾ എന്ന് പറയുന്ന ഒരു വിശേഷണം, അള്ളാഹു ഒരു കാര്യം വെറുക്കുക എന്ന് പറയുന്ന വിശേഷണം സഹോദരങ്ങളെ അള്ളാഹു തആലക്ക് ഉള്ള കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ആരെയാണ് വെറുക്കുന്നത്? അൽ ഫാഹിഷ്. അൽ ഫാഹിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഫുഹ്ഷ് യകൂനു ബിൽ ഖൗലി വ ബിൽ ഫിഅൽ, ഈ പറയുന്ന ദുർനടപ്പ് അല്ലെങ്കിൽ ദുഷ്ടത എന്നൊക്കെ പറയുന്നത് അയാളുടെ പ്രവർത്തനത്തിലും അതേപോലെ തന്നെ സംസാരത്തിലും ഉണ്ടാകും. വളരെ മോശം സംസാരം സംസാരിക്കും, ആളുകൾക്ക് വേദനിപ്പിക്കുന്ന രൂപത്തിൽ, ഒരാളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതേപോലെ തന്നെ ഇയാൾക്ക് അത്തരത്തിലുള്ള ദുർനടപ്പ് അയാളുടെ പ്രവൃത്തിയിലുണ്ടാകും. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുവകകൾ കണ്ടു കഴിഞ്ഞാൽ അത് നശിപ്പിക്കുക, അതൊരു ഹരമായി കാണുന്ന, അങ്ങനെയുള്ള വെറുക്കപ്പെടുന്ന സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാകും. ഇപ്പം ജനങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കൃഷിയിടമോ അല്ലെങ്കിൽ അവരുടെ പൂന്തോട്ടമോ അത് പിച്ചി ചീന്തി കളയുക, ഉപദ്രവിക്കുക, ഒരു ഭംഗിയുള്ള വസ്തു എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ അവിടെ ഉപദ്രവം വരുത്തുക, ഈ രൂപത്തിലുള്ള മാനസിക രോഗങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഒരു ഭംഗിയുള്ള കാറ് കണ്ടാൽ ചിലപ്പോൾ അവൻ്റെ മനസ്സിലൊരു അസൂയായിരിക്കും, അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് വരയുക, അങ്ങനെ ഉപദ്രവിക്കുക, അല്ലെ? ഈ രൂപത്തിൽ പല രൂപത്തിലുള്ള വൃത്തികെട്ട സ്വഭാവമുള്ള ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വെറുക്കുന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്തരത്തിൽ ഒരു ഫാഹിഷാകാൻ പാടില്ല. അവന്റെ സ്വഭാവത്തിലോ പ്രവർത്തനത്തിലോ അത്തരത്തിലുള്ള ദുർനടപ്പ് അത് ഒരിക്കലും സഹോദരങ്ങളെ അങ്ങനെയുള്ള വൃത്തികെട്ട ഒരുവനാകാൻ ഒരു മുഅ്മിന് പാടില്ല. അതേപോലെ പറഞ്ഞ കാര്യമാണ് അൽ ബദി. അൽ ബദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അസഭ്യം പറയുക എന്നുള്ളതാണ്. വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുക, അത് തെറ്റിയാലും അല്ലെങ്കിലും ഒക്കെ വൃത്തികെട്ട വാക്കുകൾ, അസഭ്യം പുലമ്പുക എന്ന് പറയുന്നതാണ് അൽ ബദി. ബദാഅത്തുൽ ലിസാൻ, നാവ് വളരെ പോക്കാണെന്ന് പറയും ചില ആളുകളെ കുറിച്ചിട്ട്. അതൊരിക്കലും ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. സഹോദരങ്ങൾ, ഈ രൂപത്തിലുള്ള എല്ലാ ദുർഗുണങ്ങൾ പറയുന്ന സമയത്തും നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ അവസ്ഥയിലും അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം നമ്മളൊരു നല്ല ആളുകളുടെ കൂടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വളരെ സന്തോഷത്തിലുണ്ടാകുമ്പോൾ ഈ പറയുന്ന പല മോശം സ്വഭാവങ്ങളും നമ്മളിൽ ഉണ്ടാവുകയില്ല. നമ്മളങ്ങനെ ദുഷ്ടത ഒരാളോടും കാണിക്കൂല,
അസഭ്യം പറയൂല. പക്ഷേ ചില പ്രതികൂല സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നല്ല സ്വഭാവമുള്ള ആളുകൾ അവരുടെ യഥാർത്ഥ തനി സ്വഭാവം ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. നമ്മൾ അവിടെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് സൽസ്വഭാവിയാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെ, ബാക്കിയുള്ള ആളുകളുടെ മുന്നിൽ നന്നായി സംസാരിക്കുന്ന ആളുകൾ ചിലപ്പോൾ തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയുമായി മറ്റാരും അറിയാത്ത അത്തരം സാഹചര്യങ്ങളിൽ അവൻ ഏറ്റവും മോശപ്പെട്ട അസഭ്യം പറയും. ചില ഭാര്യയെ വളരെ മോശം വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഉപദ്രവിക്കുന്ന ആളായിരിക്കും, വളരെ ഫാഹിഷുൽ ബദിയായിരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആളുകളുടെ മുന്നിൽ മാത്രം നല്ല രൂപത്തിലുള്ള സംസാരങ്ങളും നല്ല രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും കാണിച്ചത് കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ചില പുറത്തുള്ള ആളുകളോട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവന്റെ നാവ് ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ പെരുമാറുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെയാക്കാൻ പാടില്ല. നമുക്ക് അനുകൂല സാഹചര്യമാണെങ്കിലും ശരി, പ്രതികൂല സാഹചര്യമാണ് എങ്കിലും ശരി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാഹചര്യങ്ങളിലും ഈ ഫുഹ്ഷും അതുപോലെ ബദാഅത്തും ഇത് അവനിൽ ഉണ്ടാകാൻ പാടില്ല. അസഭ്യവും അതുപോലെ ദുഷ്ടതയും ദുർനടപ്പും ഒന്നും അവനിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആലക്ക് വെറുപ്പുള്ള കാര്യമാണ്. ഈ ഹദീസിലുള്ള ഫായിദകൾ: ഒന്ന്, ഇസ്ബാത്തുൽ ബുഗ്ളി ലില്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബുഗ്ൾ എന്ന് പറയുന്ന, കോപം എന്ന് പറയുന്ന സിഫത്ത്, വിശേഷണം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും സ്ഥിരപ്പെടുത്തുന്നു. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അത് സ്ഥിരപ്പെടുത്തുകയാണ്. കാരണം ഇന്നല്ലാഹ യുബ്ഗിളു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തു സഫില് അല്ലാഹു തആല പറഞ്ഞത് കാണാം, കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കോപമുള്ള കാര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ത ഖുലു മാ ലാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത്. ഇവിടെ കബുറ മഖ്തൻ, മഖ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അശദ്ദുൽ ബുഗ്ളാണ്. ബുഗ്ളിനേക്കാളും കോപത്തിനേക്കാളും കഠിനമായ ഒരവസ്ഥയാണ് മഖ്ത് എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മഖ്തുണ്ടാകുന്നു എന്ന് പറയുന്നത് അത് അവന്റെ അടിമകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുണ്ടാകുക എന്നുള്ളത്. എന്നാൽ ചില ബിദ്അത്തിന്റെ കക്ഷികൾ ഇത്തരത്തിലുള്ള സിഫത്തുകൾ അവരുടെ പതിവ് സ്വഭാവം പോലെ അതിനെ പാടെ നിഷേധിക്കുകയോ അതല്ലെങ്കിൽ ശരീഅത്തിലോ ഭാഷയിലോ യോജിക്കാത്ത രൂപത്തിൽ അതിനെ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നത് കാണാൻ സാധിക്കും, തഅ്വീൽ ചെയ്ത് കാണാൻ സാധിക്കും. അശ്അരികളെ പോലെയുള്ള ആളുകൾ അതിനെ അള്ളാഹുവിന്റെ കോപം എന്നുള്ളതിനെ അവരങ്ങനെ പറയുകയില്ല. മറിച്ച് അവർ കോപം എന്ന് പറയുന്നത് അതിന്റെ താല്പര്യം കൊണ്ട്, അതിന്റെ ലാസിമായ ഖൗല് കൊണ്ട് വിശദീകരിക്കും. അഥവാ ഉഖൂബത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശിക്ഷയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ യുബ്ഗിളു എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ യുആഖിബു, അള്ളാഹു ശിക്ഷിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിയാണെന്നൊക്കെ തോന്നിപ്പോകും ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, പക്ഷെ ശരിയല്ല. സഹോദരങ്ങളെ, അല്ലാഹു തആലക്ക് കോപമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയെ കുറിച്ച് പരിചയപ്പെടുത്തിയാൽ നമ്മൾ അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. സഹാബികൾ ആരും അങ്ങനെ ഒരു വ്യാഖ്യാനമോ അങ്ങനെ ഒരു തഅലീഖ് നടത്തിയിട്ടില്ല. അതിനൊരു കമന്റ് സഹാബികൾ അങ്ങനെ പാസ്സാക്കിയിട്ടില്ല. മറിച്ച് അതുപോലെ അറബി ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ അതുപോലെ. ഇനി അതിൽ നിന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്നെങ്കിൽ അത് മുൻഗാമികൾ സഹാബികൾ നമുക്ക് പറഞ്ഞു തരേണ്ടതാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തരേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കബുറ മഖ്തൻ ഇൻദല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ കോപമുണ്ടായിരിക്കുന്നു. ഇന്നല്ലാഹ യുബ്ഗിളു, അള്ളാഹു തആല അവന് ബുഗ്ളുണ്ടായിരിക്കുന്നു, അവൻ കോപിച്ചിരിക്കുന്നു, വെറുത്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് അറിയുക. രണ്ടാമത്തെ ഫായിദ, അൽ ഹദ്റു മിനൽ ഫഹ്ഷ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വൃത്തികേട് അതിനെ താക്കീത് ചെയ്യുന്നു, വൃത്തികേടിനെ താക്കീത് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടാകണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവനോട് താല്പര്യപ്പെടുന്നത് അവൻ വളരെ മൃദുലമായി സംസാരിക്കാനാണ്, ആളുകൾക്ക് എളുപ്പമുള്ളവനാകാനാണ്, അവന്റെ ഖൽബ് അത് ശുദ്ധിയുള്ളതാകാനാണ്, അവന്റെ നാവ് അത് ശുദ്ധിയുള്ളതാകാനാണ്, അതിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് ശുദ്ധിയുള്ള വാക്കുകളാകാനാണ്. അതാണ് എപ്പോഴും അവൻ ശ്രദ്ധിക്കേണ്ടത്. 3, തഹരീമുൽ ബദാഅത്തി വൽ ഹദ്റു മിൻഹ. ബദാഅത്ത്, അസഭ്യം, അതിനെ താക്കീത് ചെയ്യുന്നു, അതിനെ കരുതിയിരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അങ്ങനെ ആകാൻ പാടില്ല. എപ്പോഴും നല്ല സൽസ്വഭാവമുള്ളവനാകാൻ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവന്റെ ഈ സൽസ്വഭാവം അത് തുലാസിൽ ഏറെ ഭാരം തൂങ്ങുന്ന ഒരു കാര്യമായി തീരും. അവന്റെ വിശ്വാസത്തോടൊപ്പം ഈ സൽസ്വഭാവം
അവന്റെ സൽക്കർമ്മങ്ങൾക്ക് ഭാരമുള്ളതാക്കും എന്ന കാര്യത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി എന്ത് ചെയ്യണം? എപ്പോഴും സംസാരവും പ്രവൃത്തിയുമൊക്കെ എല്ലാവിധ അസഭ്യങ്ങളിൽ നിന്നും അവൻ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ഹദീസ്, വലഹു മിൻ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റഫഅഹു. വലഹു എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പത്തെ ഹദീസ് റിവായത്ത് ചെയ്തത് ഇമാം തിർമിദിയാണ്. അഖ്റജഹു തിർമിദി എന്ന് കാണാൻ സാധിക്കും. വലഹു എന്ന് പറഞ്ഞാൽ അഥവാ ഇമാം തിർമിദി തന്നെ മിൻ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നിന്ന് റഫഅഹു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും അത് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ എന്താണ് പറയുന്നത്? ലൈസൽ മുഅ്മിനു ബിത്തആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദി വഹസ്സനഹു വസഹഹഹു അൽ ഹാക്കിം വറജ്ജഹത് ദാറുഖുത്നി വഖഫഹു. ഹദീസുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങളാണ് അവസാനം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിന്റെ പരമ്പരയിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി അതല്ല ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണോ അല്ലേ എന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ത് തന്നെയായാലും ഈ പറയുന്ന ഹദീസിൽ താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മറ്റു ധാരാളം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ മത്തിനിൽ യാതൊരുവിധ തരക്കേടുമില്ല. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? ലൈസൽ മുഅ്മിൻ, ഒരു മുഅ്മിനല്ല, ഒരു സത്യവിശ്വാസിയല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ ഈമാനുള്ള ഒരുവന്റെ സ്വഭാവം ഇതല്ല. അതിനർത്ഥം ഈ പറയുന്ന ശേഷം പറയുന്ന വിശേഷണങ്ങളിൽ ഒരാളിൽ ഉണ്ടായാൽ അവൻ അതുകൊണ്ട് കാഫിറാകും എന്നല്ല. മറിച്ച് ലൈസൽ മുഅ്മിൻ, ഒരു വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല. ഒരു പരിപൂർണ വിശ്വാസിക്കാകാൻ സാധിക്കുകയില്ല. ആരാകാൻ സാധിക്കുകയില്ല? ബിത്തആൻ, തആൻ ചെയ്യുന്നവൻ. തആന എന്ന് പറയുന്ന വാക്കിനർത്ഥം അവൻ ആളുകളെ ശകാരിക്കുക, അന്യായമായി ശകാരിക്കുന്നതിനാണ് തആന എന്ന് പറയുന്നത്. തആൻ എന്ന് പറയുന്നത് അവന്റെ ശകാരം അത് കണിശമായ ഭാഷയിലാണുള്ളത്. അവൻ ആളുകളൊക്കെ വേണ്ടുന്നതിനും വേണ്ടാത്തതിനുമൊക്കെ ശകാരിച്ചു കൊണ്ടേയിരിക്കും. അവരിലുള്ള കുറവുകൾ, അതുപോലെ തന്നെ അവരിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ രൂപത്തിന്റെ കാര്യത്തിലോ അവരുടെ കുടുംബ പരമ്പരയുടെ വിഷയത്തിലോ അവർ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയുടെ വിഷയത്തിലോ ഒക്കെ ആളുകളെ ശകാരിച്ചു കൊണ്ടേയിരിക്കുന്നവൻ. മുഅ്മിൻ അങ്ങനെയല്ല. ആളുകളെപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുക, അത് അവനിലുള്ള ഒരു കുഴപ്പം കൊണ്ടാകട്ടെ, ഉള്ള ഒരു കുറവ് കൊണ്ടാകട്ടെ. ഒരു മുഅ്മിൻ അങ്ങനെയല്ല. എപ്പോഴും ആളുകളെ ചീത്ത പറയുക എന്നുള്ളത് അവന്റെ സ്വഭാവമല്ല. വലല്ല ആൻ, അതേപോലെ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവനല്ല ഒരു മുഅ്മിൻ എന്ന് പറയുന്നത്. ലആനാണ്. ഫആൽ രൂപത്തിൽ പറഞ്ഞാൽ അവൻ ധാരാളമായി ശപിക്കുന്ന ഒരുവൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവനുമല്ല. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ശപിച്ചു പോട്ടെ, ആ രൂപത്തിൽ നശിച്ചു പോകട്ടെ, ഇങ്ങനെ സംസാരം പറയുമ്പോൾ അറിയാതെ തന്നെ ആ രൂപത്തിൽ ശാപവാക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആകാൻ ഒരിക്കലും ഒരു മുഅ്മിന് പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തൊട്ടു മുമ്പത്തെ ഹദീസിൽ കേട്ടതാണ്. വലൽ ഫാഹിഷ് വലൽ ബദി, അവൻ ഒരു ദുർനടപ്പുകാരനാകാൻ പാടില്ല, മോശം സ്വഭാവമുള്ള തെറി പറയുന്ന ഒരാളാകാൻ പാടില്ല. വലൽ ബദി, അസഭ്യം പുലമ്പുന്ന, അസഭ്യം പറയുന്ന ഒരാളാകാനും പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ സൽക്കർമ്മങ്ങളെ കാർന്ന് തിന്നുന്ന രോഗങ്ങളാണിതൊക്കെ. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലെത്തുന്ന സമയത്ത് നമ്മൾ ഇന്നയാളെ ചീത്ത പറഞ്ഞു, ഇന്നയാളെ ശപിച്ചു, ഇന്നയാളെ അസഭ്യം പറഞ്ഞു എന്ന രൂപത്തിലാണ് നമ്മൾ എത്തുന്നത് എങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന പരലോകമുണ്ട്. നമ്മളിവിടെ ഒരുപാട് ഒരു വശത്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ നാവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല. ആളുകളെ ചീത്ത പറയുന്നതിൽ നിന്നും നാവിനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവുകയില്ല. ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതിൽ നിന്നും നമ്മളെ നാവിനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവുകയില്ല. സൽക്കർമ്മങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരുപാടുണ്ട്. പക്ഷെ നാവ് അതിനെല്ലാം തകർത്തെറിയുന്നതായിട്ട് നാളെ നിനക്ക് കാണാൻ സാധിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുവന്റെ പ്രവർത്തനം അത് തിഹാമ പർവ്വതം പോലെ ധാരാളക്കണക്കിനുണ്ടാകും. പക്ഷെ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അവന്റെ നാവ് അതിനെല്ലാം തകർത്തെറിയുന്നത് അവന് കാണേണ്ടി വരും. ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടായില്ല, അതിനെ സംരക്ഷിക്കുക കൂടി വേണം. നാവ് സംരക്ഷിക്കുക എന്നുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. നാവ് കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ദൂഷ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. തആൻ, അയാൾ ശകാരം,
ധാരാളം ശകാരിക്കുക ആളുകളെ. ലആൻ, ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുക. ഫാഹിഷ്, അതുപോലെ തന്നെ അൽ ബദി, അസഭ്യവാക്കും അതുപോലെ വൃത്തികേടുകൾ പറയുക. ഇതൊക്കെ സഹോദരങ്ങളെ കരുതിയിരിക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷമുള്ള ഹദീസ്, വഅൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തസുബ്ബു അൽ അംവാത്ത്, ലാ തസുബ്ബു അൽ അംവാത്ത് ഫഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു, അഖ്റജഹു അൽ ബുഖാരി. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണിത്. ഈ ഹദീസിൽ പ്രത്യേകമായി പറയുന്നത് മരിച്ചവരെ ചീത്ത പറയുന്നതിനെ കുറിച്ചാണ്. നേരത്തെ പറയുന്ന കാര്യങ്ങളെല്ലാം പൊതുവായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ മരിച്ചവരുടെ വിഷയത്തിൽ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്യുന്നു. ലാ തസുബ്ബു അൽ അംവാത്ത്, മരിച്ചവരെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നവരെയും ചീത്ത പറയാൻ പാടില്ല. പക്ഷേ മരിച്ചവരുടെ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു, ഫഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു, കാരണം അവർ മുൻകൂട്ടി ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തിലേക്ക് അത് അവരെത്തിച്ചേർന്നിരിക്കുന്നു. അവർ ചെയ്ത കർമ്മങ്ങൾ അവർ കണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ അവർ സ്വർഗ്ഗക്കാരായിരിക്കാം, അല്ലെങ്കിൽ നരകക്കാരായിരിക്കാം. അങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. കാരണം മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ സൽക്കർമ്മങ്ങളാണോ അവർക്കുള്ളത് മോശം കർമ്മങ്ങളാണോ എന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അവരെ നിങ്ങൾ ഭൂമിയിൽ വെച്ച് അവരെ ചീത്ത പറയാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ സഹോദരങ്ങളെ താക്കീത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാ തസുബ്ബു അൽ അംവാത്ത് എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അതായത് ഒരാൾക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന ഒരുപാട് മോശം ഗുണങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ജീവിതകാലത്ത് പലിശ കൊടുത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ കള്ളുകൂടിയനായിരിക്കാം, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകളൊക്കെ ഉപദ്രവിക്കുന്ന ഹറാമുകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അത്തരം കാര്യങ്ങൾ അയാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നീട് പറയേണ്ടതില്ല. അയാളെ കുറിച്ചിട്ട് ഇനി പറയേണ്ടതില്ല. കാരണം അയാൾ മരിച്ചുപോയി. അയാൾക്ക് എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് അയാളത് കണ്ടിട്ടുണ്ടാകും. ഇനി നമ്മളതിനെക്കുറിച്ച് പറയേണ്ടതില്ല. എന്നാൽ അയാൾ സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അയാളെക്കുറിച്ച് പറയപ്പെടുന്നത് അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദീനിലുള്ള എന്തെങ്കിലുമൊക്കെ ബിദ്അത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള ശിർക്ക് കുഫ്ർ പരമായ കാര്യങ്ങളെക്കുറിച്ചോ ആ സംസാരങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അങ്ങനെ ആളുകൾ വഴികേടിലെത്തുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ ആണ് എങ്കിൽ തീർച്ചയായും അത് താക്കീത് ചെയ്യപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും താക്കീത് ചെയ്യപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ചിലർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഇപ്പം മരിച്ചുപോയ ഏതെങ്കിലുമൊക്കെ ഒരു പണ്ഡിതനാണ്, പക്ഷെ അയാൾ ഒരുപാട് ബിദ്അത്തിന്റെ ഒരു തലവനായിരിക്കും, ഷിർക്കുകളുടെ തലവനായിരിക്കും. അപ്പോൾ നമ്മൾ അയാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ഈ രൂപത്തിലാണ്, മരിച്ചവരെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ വൈകാരികമായി ചോദിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും മനസ്സിലാക്കിയാൽ ഇയാളുടെ ഈ തിന്മകൾ നമ്മൾ താക്കീത് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഉപകാരം ഇയാൾക്കുണ്ടാകും. അയാൾ ഒരു ഷിർക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ. കാരണം എന്താണ്, ഇയാൾ ഉണ്ടാക്കി വെച്ച ബിദ്അത്തുകൾ നമ്മൾ താക്കീത് ചെയ്യാതെ വിട്ടാൽ, അയാളെക്കുറിച്ച് പറയാതെ വിട്ടാൽ കൂടുതൽ ആളുകൾ വരും തലമുറകളിലേക്ക് ആ ബിദ്അത്തുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ എല്ലാം പാപഭാരം ഈ ബിദ്അത്ത് ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന സംസാരങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്ത ഈ വ്യക്തി കേൾക്കേണ്ടി വരും. കാരണം ഇയാളാണ് അതിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തത്. നമ്മളത് താക്കീത് ചെയ്ത് അയാളെ ആ വിഷയത്തിൽ നിന്നും താക്കീത് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് സമൂഹത്തിൽ ഉണ്ടാവുക? കാരണം ആളുകൾ ആ ബിദ്അത്തുകളിൽ നിന്നും അകന്നു നിൽക്കും. ഇയാളെ പിൻപറ്റാൻ പറ്റാത്ത ആളാണ്. ഇയാളുടെ സംസാരമോ ഇയാളുടെ എഴുത്തുകളോ ഒന്നും നമ്മൾ പിൻപറ്റാൻ പാടില്ല. അത് ബിദ്അത്തുകളാണ്. നമ്മൾ അതാണ് എതിർക്കുന്നത്. ഒരു ബിദ്അത്തുകാരനെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അയാളുടെ വ്യക്തിപരമായി അയാൾക്ക് എന്തെങ്കിലും രഹസ്യത്തിൽ സംഭവിച്ചത്, അയാൾ മരിച്ചതിന് ശേഷം അതൊക്കെ പരസ്യപ്പെടുത്തുക, അയാളെ വഷളാക്കുക എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ചത് ദീനിന് വേണ്ടിയിട്ടാണ്. കാരണം അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിലപ്പോൾ ഷിർക്കിന് വേണ്ടി അയാൾ എഴുതി വെച്ചിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അത് ഖുർആനിൻ്റെ ആയത്തുകളിലാകാം, അല്ലെങ്കിൽ ഹദീസുകളാകാം, അതല്ലെങ്കിൽ ഇല്ലാത്ത ഹദീസുകളൊക്കെ കൊണ്ടുവന്നിട്ട് ദുർവ്യാഖ്യാനിച്ചതാകാം, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ബിദ്അത്തുകളെ അയാൾ സഹായിക്കുന്നതിന് വേണ്ടി അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടാകും, ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടാകും, അയാളുടെ ബുദ്ധിപരമായി അയാൾ ഒരുപാട് നിഗമനങ്ങൾ നിരത്തിയിട്ടുണ്ടാകും. ഇതിനെല്ലാം മറുപടി പണ്ഡിതന്മാർ പറയുന്നത്, സഹോദരങ്ങളെ, ഒരിക്കലും മരിച്ച ആളുകളെ കുറ്റം പറയാൻ പാടില്ല എന്നതിനെതിരായിക്കൊണ്ടല്ല, മറിച്ച് മരിച്ച അയാളുടെ വാദത്തിനെയും അയാളെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നത് ആ ബിദ്അത്തുകളിൽ ആളുകൾ പെട്ടുപോകാതിരിക്കാനാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം പലരും ഈ രൂപത്തിൽ മനസ്സിലാക്കാതെ വൈകാരികമായി മനസ്സിലാക്കുകയും അങ്ങനെയുള്ള മോശപ്പെട്ട ബിദ്അത്തിനെ പ്രചരിപ്പിച്ച ആളുകളെ കുറിച്ച് പറയുമ്പോൾ മരിച്ചില്ലേ, ഇനി എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് പറയും.
യഥാർത്ഥത്തിൽ ആ ബിദ്അത്തുകൾ ഗൗരവമുള്ളതാണ് എങ്കിൽ അത് ജീവിച്ചാലും മരിച്ചാലും അത് താക്കീത് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ഉമ്മത്തിനോടുള്ള നസീഹത്താണ്, മുസ്ലിം ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷയിൽപ്പെടുന്ന കാര്യമാണ്. അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവരെ തടയുക എന്നുള്ളത്. ചില റിവായത്തിൽ ഇതിന്റെ അവസാനത്തിൽ ഫതുഉദു അൽ അഹ്യാ എന്നുകൂടി വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫതുഉദു അൽ അഹ്യാ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് ഉപദ്രവമുണ്ടാക്കും, അവർക്ക് പ്രയാസമുണ്ടാക്കും. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു, വ്യക്തിപരമായി പറയുന്ന സമയത്ത് ഒരാളുടെ ഉപ്പ വളരെ മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ച് മരിച്ചു പോയതാണ് എങ്കിൽ മരിച്ച ശേഷം ആളുകൾ അയാളെ കുറിച്ചിട്ട് ആ സ്വഭാവം, അയാൾ അങ്ങനെയായിരുന്നു, കുടിയനായിരുന്നു, അങ്ങനെയായിരുന്നു ഒക്കെ പറയുമ്പോൾ ആ ജീവിച്ചിരിക്കുന്ന മക്കളോ ഭാര്യയോ മറ്റു കുടുംബങ്ങളോ അവർക്കതൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഹദീസിൽ അതും വന്നിട്ടുണ്ട്, ഫതുഉദുൽ അഹ്യ, നിങ്ങൾ അങ്ങനെ പറയുന്നതുകൊണ്ട് കാര്യമില്ല, അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹദീസിൽ 2 കാരണങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അത് അന്നഹു ലാ ഫായിദത മിൻ ദമ്മിഹി വസബ്ബിഹി, അയാൾ ആക്ഷേപിക്കുന്നതിലോ ചീത്ത പറയുന്നതിലോ ഉപകാരമില്ല. ലി അന്നഹു അഫ്ള ഇല അമലിഹി, കാരണം അയാൾ മുൻകൂട്ടി ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് അയാൾ എത്തിയിരിക്കുന്നു. 2, അൽ മദറ, ഉപദ്രവമുണ്ടാക്കുന്നു. വഹിയ ഈദാ ഉൽ അഹ്യാഇ കഅഖാരിബിഹി വനഹ്വിഹിം, അത് അയാളുടെ കുടുംബക്കാരെയും മറ്റും ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവപ്പെടുത്തുന്നുണ്ട്. വഖദ് യകൂനു അഖാരിബുഹു മിൻ ഇബാദില്ലാഹി സ്സാലിഹീൻ ഫയതഅദ്ദൗന ബിദാലിക്, ചിലപ്പോൾ ആ ജീവിച്ചിരിക്കുന്ന കുടുംബം ആരായിരിക്കും? നല്ല സാലിഹ്യങ്ങളായ ആളായിരിക്കും, മക്കളൊക്കെ സാലിഹ്യങ്ങളായിരിക്കും. പക്ഷെ ആ സാലിഹ്യങ്ങളായ ആളുകളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് പാടില്ല. ഉപ്പയെക്കുറിച്ച് ഉപ്പയുടെ അടുത്തുണ്ടായ ചീത്ത അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് നല്ല ആളുകൾക്കും അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവർ അള്ളാഹു ഇതൊക്കെ പുറത്തു കൊടുക്കട്ടെ എന്ന് ആശിക്കുന്ന ആളുകളായിരിക്കും. അപ്പം നമ്മൾ പിന്നെ ഇതൊക്കെ എടുത്തു പറയുമ്പോൾ അത് പ്രയാസമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഹദീസിലുള്ള ഫായിദ അന്നഹ്യു അൻ സബ്ബിൽ അംവാത്, മരിച്ചവരെ ചീത്ത പറയുക എന്നുള്ളത് വിലക്കിക്കൊണ്ടാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അത് നമ്മൾ വായിക്കേണ്ടത്. മുറാഅതു ഖവാതിരിൻ നാസി ഫീമാ യതഅദ്ദൗന ബിഹി, മനുഷ്യർക്ക് അവരുടെ വികാരങ്ങളെ, അവരുടെ ചിന്തകൾ, അതിനെ പരിഗണിക്കുക, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിലക്കുകയാണ്. കാരണം ചില റിവായത്തിൽ ഫതുഉദു അൽ അഹ്യാ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ശരീഅത്ത് അങ്ങനെ അതിനെ പരിഗണിക്കുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ ഒരു ഫായിദ അന്നഹു ലാ യംബഗി ലിൽ ഇൻസാനി അൻ യഖൂല മാ ലാ ഫായിദത മിൻ, ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. ഒരു മനുഷ്യന് ഉപകാരമില്ലാത്ത ഒരു കാര്യം ഒരാൾ പറയാൻ പാടില്ല എന്ന തത്വം. കാരണം ഇവിടെ മരിച്ചതിന് ശേഷം അയാളെ കുറിച്ച് ഇനി അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നതിന് ഒരു ഉപകാരവുമില്ലല്ലോ, അല്ലെ. അയാൾ ആരെയും പഴപ്പിക്കാനൊന്നും, ആ വ്യക്തിപരമായ സ്വന്തം നിലക്കുള്ള തിന്മകളാണ്. അയാളൊരു കുടിയനായതുകൊണ്ടോ അയാളൊരു മോഷണക്കാരനായതുകൊണ്ടോ ഇനി നമ്മൾ പറയുന്നതുകൊണ്ട് കാര്യമില്ല. അയാൾ ആരെയും മോഷ്ടിക്കുകയില്ല, അയാൾ ആരെയും പഴപ്പിക്കുകയില്ല, അല്ലേ. എന്നാൽ ബിദ്അത്ത് അങ്ങനെയല്ല, നമ്മൾ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് അത് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ള തത്വം നമുക്ക് ഈ ഹദീസിൽ മനസ്സിലാക്കാം. മറ്റു ഹദീസിൽ വന്നതുപോലെ തന്നെ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ചില ചോദ്യങ്ങൾ. അയജൂസു ലി അൻ അസുബ്ബ റഈസ മിൻ റുആസാഇൽ കുഫർ ഖദ് മാത കഅബി ലഹബ്, അപ്പോൾ അബൂ ലഹബിനെ പോലെയുള്ള കുഫാറുകളുടെ നേതാക്കൾ ഉണ്ടാകും, ഇന്നും അങ്ങനെയുള്ള നേതാക്കൾ ഉണ്ടാകും. അത്തരക്കാരായ ആളുകളെ ചീത്ത പറയുന്നത് കൊണ്ട് ഉപകാരമുണ്ടോ? എവിടെയും പണ്ഡിതന്മാർ പറയുന്നത് ഒരു കാഫിർ ആണെങ്കിൽ പോലും, സത്യനിഷേധിയാണെങ്കിൽ പോലും മരിച്ചതിന് ശേഷം അയാളെ ചീത്ത പറയുന്നതിൽ പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ ഒരു മസ്ലഹത്ത്, അയാൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഉപദ്രവത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മസ്ലഹത്ത് ഉണ്ട് എങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മളെടുത്ത് അങ്ങനെ പറയുന്നതിൽ യാതൊരു ഉപകാരവുമില്ല. ഒരു മുസ്ലിം അല്ലെങ്കിൽ പോലും അയാളുടെ വ്യക്തിപരമായ അത്തരം തിന്മകളും മറ്റുമൊക്കെ അത് നമ്മളങ്ങനെ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിൽ അത് ഉപകാരമില്ലാത്ത കാര്യത്തിൽ പെട്ടതാണ്. നമുക്ക് ഉപകാരമില്ലെങ്കിൽ ഏതൊരു കാര്യവും സഹോദരങ്ങളെ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന ഇനത്തിൽ അത് പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹദീസ് വഅൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു ഖാല, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ, ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ, മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലാ യദ്ഖുലുൽ ജന്ന, ഒരാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ആരാണ് അയാൾ? ഖത്താത്ത്, ഏഷണി പരത്തുന്നവൻ, ഏഷണിക്കാരൻ അയാൾ. അതായത് ഖത്താത്ത് എന്ന് പറഞ്ഞാൽ നമ്മാം എന്നാണ് അതിന്റെ അർത്ഥം. നമീമത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഗീബത്ത് പരദൂഷണം, നമീമത്ത് ഏഷണി, അത് നടത്തുന്ന ആൾക്കാണ് നമ്മാം എന്ന് പറയുക. സമാനമായ അർത്ഥമാണ് ഖത്താത്തുൻ എന്ന് പറയുന്ന വാക്കിനുമുള്ളത്. ഇവിടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു
മുൻകൂർ ഒരു ശിക്ഷ ലഭിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഐ അദ്ദുഖൂൽ മുത്ലഖ് അല്ലദീ ലം യുസ്ബഖ് ബിഅദാബ്. ഒരു ശിക്ഷയുമില്ലാതെ നിരുപാധികം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. കാരണം നമീമത്ത് എന്ന് പറയുന്നത് വൻപാപമാണ്, ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ അത് ഷിർക്കോ കുഫ്രോ അല്ല. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നത് ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നല്ല, മറിച്ച് ഷിർക്കല്ലാത്ത ഏതൊരു പാപവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു കാലത്ത് അവന്റെ ശിക്ഷ കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കുകയും അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഇത്തരം ഹദീസുകൾ കേൾക്കുന്ന സമയത്ത് ലാ യദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞാൽ അദ്ഖുലുൽ മുത്ലഖ് അല്ലദീ ലം യുസ്ബഖ് ബിഅദാബ്, ഒരു ശിക്ഷയും ലഭിക്കാതെ നിരുപാധികം അവൻ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഏതൊരു തിന്മയും ദുനിയാവിലും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ തിന്മയാണ്, ഇത് വൻപാപമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് താക്കീതാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അത് വൻപാപമാണ് എന്നാണ്. ഇനി എന്താണ് ഖത്താത്ത്? അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഖത്താത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാളുകൾക്കിടയിൽ തെറ്റിക്കുന്നതിന് വേണ്ടി ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഉള്ളതാണ് പറഞ്ഞത് മറ്റു കാര്യമില്ല. ചിലപ്പോൾ ഉള്ളത് പറയുമ്പോഴായിരിക്കും രണ്ടാളുകൾ തമ്മിൽ തെറ്റുക. ഇയാൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളോട് പോയി പറഞ്ഞു കൊടുക്കുക. ഉള്ളത് തന്നെ ആയിരിക്കും. അതിന് അയാൾ അത് കേട്ടപ്പോൾ നിന്നെ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇവിടെയും വന്ന് പറഞ്ഞു കൊടുക്കുക. ഫലത്തിൽ എന്ത് സംഭവിക്കും? ഇയാളുടെ ഉദ്ദേശം ഇവരെ തമ്മിൽ നല്ല നിലക്ക് പോകുന്ന ആളുകളായിരിക്കും, അവരെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ വളരെയധികം ഗൗരവമുള്ള പാപമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ധാരാളം ഹദീസുകൾ സഹോദരങ്ങൾ ഇതുണ്ട്. അത് പൊതുവിലുള്ള ഖായിദയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന് കോട്ടം വരുത്തുന്ന എല്ലാ കാര്യങ്ങളും ദീനിൽ വൻ പാപങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. കാരണം മുസ്ലിമീങ്ങളുടെ ബന്ധം അതില്ലാതാക്കുന്ന എല്ലാ കാര്യങ്ങളും ആ രൂപത്തിൽ കടുത്ത പാപങ്ങളായിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാം. ഈ ഹദീസിലുള്ള ഫായിദ അന്ന ഹാദിഹി ശരീഅത മബ്നിയത്തുൻ അലാ കുല്ലി മാ യകൂനു ഫീഹി തആലുഫു ബൈനൽ മുസ്ലിമീൻ. ഈ ശരീഅത്തിലെ നിയമങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാകണം എന്നാണ്. അതുകൊണ്ടാണ് നമീമത്തിനെ ഹറാമാക്കുന്നത്, ഗീബത്തിനെ ഹറാമാക്കുന്നത് കൊണ്ടാണ്. ഇണക്കത്തിന് കോട്ടം വരുത്തുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. മുസ്ലിമീങ്ങളുടെ ഇണക്കത്തിന് കോട്ടം വരുത്തുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അതിനെന്ത് ന്യായം പറഞ്ഞാലും അത് പാടില്ല. 2, അന്ന നമീമത മിൻ കബായിറുദ് ദുനൂബ്. നമീമത്ത് വൻപാപത്തിൽപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു അതിനൊരു അൽ വഈദ് ശദീദ്, വളരെ ശക്തമായ താക്കീത് അതിന് വന്നിട്ടുണ്ട്. കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതിനേക്കാളും എന്ത് താക്കീതാണ് വലുതായി വേണ്ടത്? അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു ചോദ്യം, അറഅയ്ത ലൗ അന്ന ശഖ്സൻ സഅലക്, ഒരു വ്യക്തി നിന്നോട് ചോദിക്കുകയാണ്, ഹൽ ഖാല ഫിയ ഫുലാൻ കദാ, എന്നെ കുറിച്ച് ഇന്നാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന രൂപത്തിൽ ചില ആൾ ചോദിക്കും, എന്നെ മറ്റേ ആൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു തൈം റഹിമഹുല്ലാഹ് പറയാണ്, ഫഹൽ യൽസമുക അൻ തുഖ്ബിറഹു ഇദാ കാന ഖദ് ഖാല ഫീഹി ഖൗലൻ യുഅദ്ദി ഇല തനാഫുർ. ഈ പറയുന്ന കാര്യം ഇയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഭിന്നിപ്പും വേർപാടും ഒക്കെ ഉണ്ടാകും, തെറ്റിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാൾ ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നു. ലാ യൽസമുക, നിനക്ക് പാടില്ല. വവജ്ഹു ദാലിക അന്നക മൻഹിയുൻ അനിൻ നമീമ, കാരണം നീ നമീമത്ത് പ്രചരിപ്പിക്കുന്നതിൽ നിന്നും താക്കീത് ചെയ്യപ്പെട്ടതാണ്. വഅന്ന സുആലഹു ഇയ്യാക ഖത, അയാൾ നിന്നോട് ചോദിച്ചത് തന്നെ തെറ്റാണ്. അങ്ങനെ ആരോട് ചോദിക്കാൻ പാടില്ല. മറ്റേയാൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ രൂപത്തിൽ അത് ഇയാൾ പറഞ്ഞു കൊടുക്കുന്ന വഴി എന്താകും? ഇത് തെറ്റും അല്ലേ? പറഞ്ഞു കൊടുക്കുന്ന വഴി അത് തെറ്റും. അതുകൊണ്ട് അങ്ങനെ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. മറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലാ യുഹദ്ദിസ്നി അഹദുൻ അൻ അഹദിൻ ഷൈഅ, നിങ്ങളിൽ ഒരാളും എന്നോട് മറ്റൊരാളെ കുറിച്ചും പറഞ്ഞു തരണ്ട. എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണ്ട. എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ വന്ന് അത് എനിക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമുസ് സദർ, കാരണം ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല സലീമുസ് സദർ, ഹൃദയത്തിൽ ഒരു കളങ്കവുമില്ലാത്ത ശുദ്ധമായ സലാമത്തുള്ള സുരക്ഷിതമായ ഒരു ഖൽബുമായിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് ഇഷ്ടം.
അപ്പോൾ ഇന്നയാൾ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, മറ്റേ ആൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെന്താ ഉണ്ടാവുക? നമുക്ക് അയാളെ കാണുമ്പോൾ അല്ല അയാളുടെ എന്തെങ്കിലും പെരുമാറ്റം കാണുമ്പോൾ തന്നെ വിചാരിക്കും ഇയാൾ എന്നങ്ങനെ പറഞ്ഞ ആളല്ലേ. നമ്മൾ ചിലപ്പോൾ ചിരിക്കുന്നൊക്കെ ഉണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചിന്ത വിട്ടു മാറൂല. അതെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉടനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റൊരാളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ഇന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ നിൽക്കേണ്ടതില്ല. അതങ്ങ് മൂടി വെച്ചേക്കുക. ഇനി പണ്ഡിതന്മാർ പറയുന്ന ഒരു ഷർത്തുണ്ട്, ഈ പറഞ്ഞ കാര്യം അറിയിക്കാതിരുന്നാൽ വലിയൊരു ഉപദ്രവം ഉണ്ടാകും. കാരണം വേറൊരാൾ നിന്നോട് പറയുന്നത് ഞാൻ ഒന്ന് അടിക്കാൻ പ്ലാനുണ്ട്, അവനൊന്ന് ശരിയാക്കാൻ പ്ലാനുണ്ട്, അല്ലെങ്കിൽ അഭിമാനത്തിന് കളങ്കപ്പെടുന്ന വലിയൊരു കാര്യം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് പറയാതിരുന്നാൽ ചിലപ്പോൾ മറ്റേ ആൾക്ക് വലിയ ഉപദ്രവം ഉണ്ടാകും, ചിലപ്പോൾ കൊല്ലാൻ വരെയുള്ള പ്ലാൻ ഉണ്ടാകും. അത് പറഞ്ഞാൽ തെറ്റും, ശരിയാണ്, പക്ഷെ അത് നമീമത്താവൂല. കാരണം എന്താണ്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മൂന്നാമത്തെ ആളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് പറയാതെ വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അഭിമാനത്തിന് വ്രണപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇയാളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒക്കെ ഉള്ള പ്ലാനുകളാണ് നമ്മൾ അറിഞ്ഞത്. അത് നമുക്ക് പറയാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഒരു മസ്ലഹത്തുണ്ട്. അതല്ല എങ്കിൽ ചിലപ്പോൾ മോശപ്പെട്ട വാക്ക് പറഞ്ഞാലാകട്ടെ, ഏതെങ്കിലും രൂപത്തിലുള്ള അനാവശ്യം പറഞ്ഞാലാകട്ടെ, നമ്മൾ മിണ്ടാതിരിക്കുക. കാരണം അതാണ് പരസ്പരം ആളുകൾ തെറ്റാതിരിക്കാൻ അത് ഉപകരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഹദീസ്, വഅൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കഫ ഗളബഹു കഫല്ലാഹു അൻഹു അദാബഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോപവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കോപവുമായി ബന്ധപ്പെട്ട 1-2 ഹദീസുകൾ നേരത്തെ കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഏറ്റവും ശക്തൻ എന്ന് പറയുന്നത് മൽപ്പിടുത്തത്തിൽ ആളുകളെ നിലം പറ്റിക്കുന്നവനല്ല, മറിച്ച് സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കുന്നവനാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റൊരു സഹാബി ചോദിച്ചു, നസീഹത്ത് ഔസിനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്ന് കേട്ടു. എവിടെയും പറയുന്നു മൻ കഫ ഗളബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും തന്റെ കോപത്തെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കഫല്ലാഹു അൻഹു അദാബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ അവന് തടയുന്നതാണ്. അല്ലാഹു അവന്റെ ശിക്ഷയും പിടിച്ചു വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, കോപം എന്ന് പറയുന്നത് ഒരുപാട് തിന്മകളിലേക്ക് നമ്മുടെ വാക്കാലും പ്രവൃത്തിയാലും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മളെ കോപത്തിൽ നിന്നും പിടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ റബ്ബിനും കോപമുണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് പിടിച്ചു വെച്ചുകൊണ്ട് നമുക്കുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തടയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നമുക്കുള്ള ശിക്ഷ അത് ഒഴിവാക്കി തരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് ആളുകളെ എന്തെങ്കിലുമൊക്കെ കോപം ഉണ്ടാക്കുന്ന കാര്യം വരുമ്പോൾ അത് പിടിച്ചു വെക്കണം. കോപം പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ കോപിക്കാതിരിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. കാരണം കോപം എന്ന് പറയുന്നത് ഉള്ളിന്ന് വരുന്ന കാര്യമാണ്. കോപമുണ്ടാകും, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടുകൾ അത് നമ്മൾ എന്ത് ചെയ്യുക? അത് പിടിച്ചു വെക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. കാരണം സന്തോഷം, കോപം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ല, അത് വരുന്നതായിരിക്കും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് കോപം വരും, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മെ പിടിച്ചു വെക്കുക. ആ കോപം കാരണത്താൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോവും, ആ കോപം കാരണത്താൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോവും. അത് ചെയ്യാതിരിക്കുക, അത് പറയാതിരിക്കുക. അതാണ് നമുക്കൊണ്ട് സാധിക്കുക. അത് ചെയ്യാൻ വേണ്ടി, അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രേരണയാകാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹു നമ്മെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോപം വരുന്ന സമയത്ത് പിടിച്ചു വെച്ചതിന്റെ ഫലമായിട്ട് റബ്ബു സുബ്ഹാനഹു വ തആല ആ ശിക്ഷയെ നമുക്ക് പിടിച്ചു വെക്കും. നമുക്കൊരു ശിക്ഷ അതിൽ നിന്ന് ഇളവ് കിട്ടുന്നത് പോലെയാണ്. നമ്മെ ശിക്ഷിക്കാനിരിക്കുന്ന ഒരു ശിക്ഷയിൽ നിന്നും നമുക്ക് ഇളവ് കിട്ടുന്നത് പോലെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു സിഫത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, കഫല്ലാഹു അൻഹു, അള്ളാഹു പിടിച്ചു വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ തന്നെ അല്ലാഹു തആല ശിക്ഷയിൽ നിന്നും അവന് പിടിച്ചു വെക്കും എന്നത് അതുപോലെ മനസ്സിലാക്കുക. അടുത്ത ഹദീസ്, വഅൻ അബീ ബക്രിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖിബ്ബുൻ വലാ ബഖീലുൻ വലാ സയ്യിഉൽ മലക, അഖ്റജഹു തിർമിദി വഫറഖഹു ഹദീസൈനി വഫി ഇസ്നാദിഹി ളഅഫുൻ. ഈ ഹദീസിന്റെ സനദിൽ ദുർബലതയുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ഹദീസിൽ പറഞ്ഞ ഈ എല്ലാ ദുർഗുണങ്ങളും മറ്റ് ഹദീസുകളിൽ നിന്ന് തന്നെ താക്കീത് ചെയ്യപ്പെട്ട ദുർഗുണങ്ങൾ തന്നെയാണ്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞത്? ലാ യദ്ഖുലുൽ ജന്ന, നേരത്തെ പറഞ്ഞ അതേ പ്രയോഗം, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒന്ന് ഖിബ്,
ഹിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയൻ എന്നാണ് അർത്ഥം. ചതിയന്മാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ആളുകളെ വഞ്ചിക്കുക, അത് ഏത് കാര്യത്തിലാകട്ടെ, സാമ്പത്തികമായ കാര്യത്തിലാകട്ടെ, മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിലാകട്ടെ, ആളുകളെ വഞ്ചിക്കുക. അവൻ ഹിബ് എന്ന് പറഞ്ഞാൽ ഖദ്ദ എന്നാണ് അർത്ഥം. നമ്മുടെ ഖദ്ദ എന്ന് പറയുന്ന വാക്ക് ചതിച്ചു നമ്മൾ കേട്ടതാണ് നേരത്തെ. ഖദ്ദ എന്നാണ് ഹിബ് എന്ന് പറയുന്ന വാക്കിനർത്ഥം. അവൻ ചതിയൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വല ബഖീൽ, ബഖീൽ പിശുക്കൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആരാണ് പിശുക്കൻ എന്ന് പറയുന്നത്? അവൻ നിർബന്ധമായും ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിക്കാതിരിക്കുക, അതിനാണ് പിശുക്കൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ആളുകൾ ഭൂമിയിൽ പലരെയും പിശുക്കൻ എന്ന് വിളിക്കും, എല്ലാം പിശുക്കൻ ആയിക്കൊള്ളുന്നില്ല. പിശുക്കൻ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നിർബന്ധമായും ചെലവാക്കാൻ പറഞ്ഞ കാര്യം ഉണ്ടാകും. കുടുംബത്തിന് നോക്കുക, കുട്ടികളെ നോക്കുക, ഇതൊക്കെ നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ട ചെലവാണ്. അങ്ങനെ നിർബന്ധമായി നൽകേണ്ട ചെലവിൽ വീഴ്ച വരുത്തുന്നവരാണ് പിശുക്കൻ എന്ന് പറയുന്നത്. അല്ലെ, അതിൽ സക്കാത്ത് കൊടുക്കാത്തവനും ബഖീലാണ്, പിശുക്കനാണ്. സക്കാത്ത് കൊടുക്കാൻ പിശുക്ക് കാരണം ചിലപ്പോൾ ഒരാൾ സക്കാത്ത് കൊടുക്കാതിരിക്കും, അവൻ പിശുക്കനാണ്. അതൊക്കെ നിർബന്ധമായി കൊടുക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ്. അവരൊക്കെയാണ് പിശുക്കന്മാരെന്ന് പറയുന്നത്. അത്തരം പിശുക്കന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. വലാ സയ്യിഉൽ മലക്ക, സയ്യിഉൽ മലക്ക എന്ന് പറഞ്ഞാൽ തന്റെ ചുറ്റുപാടോടുള്ള ആളുകളോട് താനുമായി ആശ്രിതരായി കഴിയുന്ന ആളുകളുണ്ടാകും. കുടുംബം, നമ്മുടെ ഭാര്യ, മക്കള്, നമ്മുടെ കൂടെയുള്ള ജോലിക്കാർ, അങ്ങനെ നമ്മൾ ഉടമപ്പെടുത്തുന്ന ആളുകളുണ്ടാകും, നമ്മളെ ആശ്രയിച്ച് കഴിക്കുന്ന ആളുകളുണ്ടാകും. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമ്മൾ എന്തെങ്കിലും മോശമായി പെരുമാറി അവർക്ക് തിരിച്ചിങ്ങോട്ടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കൂടുതൽ പരിഗണിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ദുൽമ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ മോശം പെരുമാറ്റം പാടില്ല. വലാ സയ്യിഉൽ മലക, മോശം പെരുമാറ്റം, നമ്മുടെ ആശ്രിതരോട് മോശം പെരുമാറ്റം നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം സഹോദരങ്ങളെ നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് നല്ല സൽ സ്വഭാവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യാൻ അല്ലാഹു ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഹ്സിൻ അഖ്ലാഖന, അല്ലാഹുമ്മ അഹ്സിൻ أخلاقنا اللهم أحسن أخلاقنا اللهم إنا نعوذ بك من منكرات الأخلاق والأعمال والأهواء والأدواء اللهم إنا نعوذ بك من منكرات الأخلاق والأعمال والأهواء والأدواء يا رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.